വസന്ത് നാളെ രാവിലെയോടുകൂടി ഡൽഹിയിലെത്തും, കശ്മീരിലേക്ക് പോകും എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ? ആര്യ, ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിദേശ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് തന്നെ സൽമാൻ രാജകുമാരനുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളും അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ഇന്ന് രാത്രി തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. സൗദി സമയം 9:15 ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വിദേശ സെക്രട്ടറി പറയും. ഇപ്പോൾ വന്നിരിക്കുന്ന വിദേശ മന്ത്രാലയത്തിൻ്റെ അറിയിപ്പെന്ന് പറയുന്നത് ബൈലാറ്ററൽ എൻഗേജ്മെന്റ് വിത്ത് ക്രൗൺ പ്രിൻസ് ആർ പ്രോഗ്രസിംഗ്. PM will be departing for India tonight. There will be a press briefing today around 9:15 PM local time. അതായത് ജിദ്ദ സമയം 9:15 വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ പ്രധാനമന്ത്രി മടങ്ങുന്നു എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ ഇന്ത്യ കാണുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ജിദ്ദയിലെത്തിയത്. അവിടെ വലിയ തോതിലുള്ള സ്വീകരണമായിരുന്നു പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ളവരുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നാളത്തെ പരിപാടികളെല്ലാം തന്നെ ഇന്ന് കൊണ്ട് അവസാനിപ്പിച്ച ഇന്ന് രാത്രി അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നു. ചിലപ്പോൾ നാളെ തന്നെ കശ്മീർ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ശ്രീനഗറിലുണ്ട്. അവിടെ സുരക്ഷാ യോഗം വിലയിരുത്തിക്കൊണ്ടുള്ള സുരക്ഷാ യോഗം ഇപ്പോൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ആര്യ, തീർച്ചയായും ഇപ്പോൾ ജിദ്ദ സമയം 8:45, 1 മണിക്കൂർ കഴിഞ്ഞ് ജിദ്ദയിലെ പ്രാദേശിക സമയം 9:15 വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങും എന്നുള്ള കാര്യമാണ് ഔദ്യോഗികമായി തന്നെ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനമായിരുന്നു. കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി ആ സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നത്. നാളെ തന്നെ ഒരുപക്ഷെ അദ്ദേഹം കശ്മീരിലേക്ക് പോകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വസന്ത, ഈ വാർത്താ സമ്മേളനം എപ്പോഴാണ്? സൗദി സമയം 9:15 വാർത്താ സമ്മേളനം വെച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ വിദേശ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. അതായത് അവിടുത്തെ ജിദ്ദയിലെ സമയമാണ് 9:15. ആ സമയത്തായിരിക്കും വാർത്താ സമ്മേളനം നടക്കുക. പ്രധാനമന്ത്രി തൻ്റെ സന്ദർശനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചത് തന്നെ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെയാണ് ഇന്ത്യ ഈ സംഭവത്തെ കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി ഒരു വിദേശ സന്ദർശനത്തിൽ ഉള്ള സമയത്ത് നടന്നിട്ടുള്ള ഇത്തരം ഈ ആക്രമണത്തെ വലിയ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ള സൂചന തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വെട്ടിച്ചുരുക്കിയുള്ള മടക്കം എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതിൽ നിന്നും വിലയിരുത്തേണ്ടത്. മാത്രമല്ല, അതേസമയം നാളെ നടക്കേണ്ട ഔദ്യോഗിക ചടങ്ങുകളൊക്കെ തന്നെ ഇന്ന് രാത്രി കൊണ്ട് പൂർത്തീകരിച്ച് തന്നെയാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നുള്ളതാണ്. അത്താഴ വിരുന്ന് അടക്കമുള്ളവ പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് രാത്രി മടങ്ങുന്നു എന്നുള്ളതാണ്. 9:15 വാർത്താ സമ്മേളനം ചിലപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഇന്നത്തെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വാർത്താ സമ്മേളനമായിരിക്കും. സൗദിയുമായിട്ടുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിടുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധം, അതോടൊപ്പം തന്നെ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലൊക്കെ, പ്രകൃതിവാതകം തുടങ്ങിയ മേഖലകളിലൊക്കെയുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലായിരിക്കും ഇത് ഇന്ന് ഒപ്പിടുന്നത്. അതിൻ്റെ വിവരങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ കശ്മീർ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചിലപ്പോൾ വ്യക്തത വന്നേക്കാം. ആര്യ.